അയ്യോ, വണ്ടി ആക്സിഡന്റ് പറ്റിയോ? കൊക്കയിലോട്ട് മറിഞ്ഞു വണ്ടി. ക്രെയിൻ കൊണ്ടുവരട്ടെ? അയ്യോ, പോയി പ്രാർത്ഥിച്ചമ്മ അവിടെ പോയി. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി വന്നിട്ട് കുറച്ചു നേരമായി. അപ്പുറത്തിരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ മുത്ത് എക്സാം ഒക്കെ കഴിഞ്ഞ് ഇന്നായിരുന്നു ലാസ്റ്റ് എക്സാമേ. അതൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ 8 മണിയുടെ ട്രെയിനിന് വരുന്നുണ്ട്, രാവിലെ എത്തും. അതൊരു സന്തോഷത്തിലിരിക്കുവാണ്. മോനിക്കുട്ടൻ ട്യൂഷന് പോയേക്കുന്നു. കുക്കു അങ്ങോട്ട് പോയി, അവിടെ കടയിൽ കയറണം, സാധനം ഏതെങ്കിലും മേടിക്കണം. അപ്പം മോനിക്കുട്ടനെ കൂടെ വിളിച്ചുകൊണ്ട് പോരുവേ. പിന്നെ വേറെ എന്താ വിശേഷം? ഇന്ന് അടുക്കളയിൽ പണികളൊന്നുമില്ല, ചോറും കറികളും ഒക്കെ ഇരിപ്പുണ്ട്. നമ്മൾ ഇന്നലെ കിളിമീൻ മേടിച്ചായിരുന്നു, അത് അമ്മ കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ട്, തോരനുണ്ട്, സാമ്പാറുണ്ട്. പിന്നെ നാളെ മുത്ത് വരുമ്പോഴത്തേക്ക് മുത്തിന് നാളെ കുഞ്ഞനപ്പവും കടലക്കറി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴാണ് എത്തുന്നതെന്ന് അറിയത്തില്ല. ഉച്ചയാകുമോ അതോ രാവിലെ ട്രെയിൻ എത്തുമോ എന്ന് എനിക്ക് അറിയത്തില്ല കറക്റ്റ് സമയമേ. എന്തായാലും മുത്ത് വന്നിട്ട് പോകാം എന്ന് വിചാരിച്ചിരിക്കുവാ ഞാൻ. പിന്നെന്താണ്, അപ്പം ഞാനൊന്ന് കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം. വിശപ്പും ദാഹവും വരുന്ന പോലാണ്. ചിലർക്ക് എഴുതണമെന്ന് തോന്നുമ്പോൾ നമുക്കത് എഴുതി തീർത്തില്ലെങ്കിൽ നമുക്ക് വല്ലാത്ത വിമിഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ എനിക്ക് എന്തെങ്കിലുമൊക്കെ എഴുതണമെന്ന് തോന്നുമ്പോൾ നേരത്തെയൊക്കെ എഴുതി ഇങ്ങനെ ഒരു പോസ്റ്റാക്കിയൊക്കെ ഇടുമായിരുന്നു. ഇപ്പം വീഡിയോസിലൊക്കെ എന്തെങ്കിലുമൊക്കെ തോന്നുന്ന കുറച്ച് കോഡ്സ് പോലെ ഇങ്ങനെയൊക്കെ എഴുതി വീഡിയോ ആക്കി ഇടും. അങ്ങനെയാണ് ഇപ്പം ചെയ്യാറുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് അതിനകത്ത് ഒരുപാട് സ്നേഹത്തോടെ കമൻ്റ് ഒക്കെ ഇട്ട്, ഒറ്റയ്ക്കല്ല ഞങ്ങളെല്ലാവരും ഉണ്ടെന്നൊക്കെ പറയാം. പാവപ്പെട്ടവരോട് സ്നേഹം പങ്കുവയ്ക്കാം എന്ന് വിചാരിച്ചിരിക്കുക ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടില്ല, നമ്മൾ നേരത്തെ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ അവിടുത്തെ അമ്മയ്ക്കും അച്ഛനും ഞാനാണ് മരുന്നൊക്കെ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് അവിടെ മെഡിസിൻ മേടിച്ചതിൻ്റെ ബില്ല് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. മെഡിസിൻ കൊടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് അവിടുത്തെ അമ്മമ്മ ചായ തന്നു. ഇത്ര ഉള്ളൊരു കപ്പിനകത്ത് നിറച്ച് ചായ. ഇന്നാലും എനിക്കൊരു ചായ തന്നതാണ്. ഞാൻ ആ ചായ കുടിച്ചു തീർക്കാൻ പെട്ട പാട്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് 1/2 ഗ്ലാസ് ചായ മതി. എനിക്കറിയാം വലിയ കപ്പായിരിക്കും. അമ്മമ്മ അത് 1 ഗ്ലാസ് തന്നെ കൊണ്ടു തന്നത്. അത് കുടിച്ചതിൻ്റെ ഒരു ശ്വാസം മുട്ടല എനിക്ക് കേട്ടോ. വയറ് നിറയുമ്പോൾ വയറ് നിറച്ച് കഴിക്കുമ്പോൾ നമുക്ക് ശ്വാസം മുട്ട, അതാണ് ആ 1 ഗ്ലാസ് ചായയാണ് എൻ്റെ വയറ് നിറച്ചത്. വലിയ ഒരു ശ്വാസം മുട്ടലുണ്ട്. അപ്പം ഞാൻ ഒന്ന് കുളിച്ച് ഒന്ന് റിലാക്സ് ആയിട്ട് വരാം കേട്ടോ. കുളിയും ജപമൊക്കെ കഴിഞ്ഞു. 2-3 കോള് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ വിവരങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് മോനിക്കുട്ടനും കുഞ്ഞോനും കുക്കുവും കൂടി വന്നത്. മോനിക്കുട്ടനെ ട്യൂഷന് വിളിച്ചോണ്ട് അവർ രണ്ടുപേരും കൂടെ മാമിയുടെ വീട്ടിൽ പോയേക്കുമായിരുന്നേ. അവിടുന്ന് കുഞ്ഞോന് പാൽ മേടിക്കുന്നുണ്ടല്ലോ, അത് എടുക്കാൻ പോയത്. എന്നിട്ട് ഇപ്പോഴാണ് വന്നത്. അപ്പം ഇവിടെ ഉണ്ട് എല്ലാവരും.
സംസാരിച്ച് വായിലെ വെള്ളം പറ്റിയെന്ന് കേട്ടിട്ടില്ലേ? എനിക്ക് ഓർമ്മ എന്റെ വായിലെ വെള്ളം പറ്റി. എന്തുവാ ഇങ്ങോട്ട് കയറ? എന്തുവായിരുന്നു അവിടെ പിണക്കം? താണ്ടിന് പിണങ്ങിയെന്നൊക്കെ അറിഞ്ഞായിരുന്നല്ലോ. ചോറുണ്ണാൻ പോവാ പോപ്കോൺ. മാമിക്ക് വിശക്കുന്നു. മാമി ചോറുണ്ണാൻ പോവാ. ചോറ് വേണോ? ഞങ്ങളുടെ സ്കൂളിൽ ടീച്ചർ ചോദിക്കാണ് എഴുതാൻ പോവാ. ടീച്ചർ ചോദിക്കും എഴുതിയോന്ന്. അപ്പൊ ഞങ്ങളൊക്കെ പറയും എഴുതാൻ പോവാന്ന്. അപ്പൊ ടീച്ചർ ചോദിക്കും ഇനി എവിടെ വരെ പോണം? കുഞ്ഞോ ചോറ് വേണോ കുഞ്ഞോ? അതാരാ? പപ്പിക്കുട്ടിയാണോ? ഞങ്ങളുടെ പപ്പിക്കുട്ടിയാണോ? ആണു ആണു ആണു. ഞാനിമോക്ക് ചോറ് വേണോ? ബാ എന്നാ. പോപ്കോൺ ഉണ്ടാക്കാം. മാമി ചോറിൻ്റെ ഇട്ട് ഉണ്ടാക്കി തന്നാ മതിയോ? കുഞ്ഞിനെ പിടിച്ചു. മാമി കഴിച്ചു കഴിഞ്ഞിട്ട് കുക്കുമ്മയോട് പറ ചോറുണ്ണാൻ. ബാ കുഞ്ഞിനെ പിടി. ചുച്ചി ചേച്ചി മാമി ഒന്നും പറഞ്ഞു. ഹലോ വിഷയങ്ങള് എക്സസൈസ് ബോൾ സ്ഥിരം എടുത്ത് ഇല്ല അല്ലാതെ വലിച്ചു കഴിയതാ. ജാൻകുട്ടി ഇത് കഴിക്കുമോ? ഇത്രേ ഞാൻ വിളമ്പിക്കോളാം. സ്പൂണ് ചോറേ ഉള്ളു. ഇത് മതിയോ? ഇച്ചിരേ ഉള്ളു. അതെന്താ പറ്റിയാന്ന് എനിക്കറിയത്തില്ലോ. മീന് വറുത്തത് ഇത്രയേ ഉള്ളൂ. ജാനിക്കുട്ടിക്ക് ഇച്ചിരി അടത്തി കൊടുക്കണം. ഉണ്ടോ? എത്തേന്നോ? മാമിക്ക് വിശക്കുന്നു. മാമിക്ക് വിശക്കുന്നു. ഇപ്പുറത്തേക്ക് ഇങ്ങനെ എന്താ വേണം? കുഞ്ഞുണ്ട്. എന്തുവാ അത്? ബോൾ. ഒരു കൊമ്പുണ്ട്. കുഞ്ഞിലൊരു എന്റെ എക്സർസൈസ് ബോളിനാ. അത് വേണ്ടേ? ഒന്നിങ്ങതാ വെച്ചേക്കാം. ഇത് വേണം. വേണം. ഹായ്. കാഴ്ച വലിഞ്ഞു പോകും. ചോറിനട്ടെ വിശക്കുന്നു. നമ്മുടെ കിളിമീൻ കറി. ഇത് വറുത്തത് ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് മോനുകുട്ടനും ജാനിക്കുട്ടിക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് കറി വേണ്ട. പിന്നെ നമ്മുടെ തോരൻ ഇന്നത്തോടെ ക്ലോസ് ആയിരിക്കുകയാണ്. ചക്കക്കൂഞ്ഞ് ഇമ്മണി സാമ്പാർ കൂടെ കഴിക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് പോപ്കോൺ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം
എന്തായാലും തൽക്കാലം എൻ്റെ വിശപ്പടക്കട്ടെ. പോപ്കോൺ തിന്നാൻ കാത്തിരിക്കുന്ന വ്യക്തികളാണ്, അതുകൊണ്ട് പോപ്കോൺ ഉണ്ടാക്കാൻ പോകും. വൈകിട്ട് 4 മണിക്ക് ഇവന് ഒന്നുമില്ലായിരുന്നു. ഞാൻ അതിന് വേറൊരു എന്തുവാ സോൾട്ടോ അങ്ങനെ അത് പറയാൻ പോയത് വെള്ളം പറ്റും. പോപ്കോൺ തിന്നാൻ ട്രെയിനെ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാ കയറിയത്. നീ കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. ഇവിടെ വരുമ്പോ ഉറങ്ങാനായിട്ട് കയറിയേക്കരുന്നു. കഴിഞ്ഞ ദിവസം നമ്മള് പോപ്കോൺ ഉണ്ടാക്കി. അപ്പം നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞായിരുന്നു കുഞ്ഞോന് പോപ്കോൺ കൊടുക്കുന്നത് സൂക്ഷിച്ചു വേണം. അതെ, എനിക്കും പേടിയാണ് കുഞ്ഞോന് പോപ്കോൺ കൊടുക്കാൻ. അപ്പൊ നമ്മളത് കരുതിയൊക്കെയാ കൊടുത്തത് കേട്ടോ. നാളെ ആരും വെച്ചില്ല. പോപ്കോൺ റെഡി. ഇപ്പൊ അതിന്റെ ടേസ്റ്റി പോയി വന്നത് ചൂടാണോ? പോപ്കോണൊക്കെ തിന്നിട്ട് നാളെ കാണാം. കിടക്കാൻ പോവാണ്. നാളെ കാണാം അല്ലേ? ടാറ്റാ. എല്ലാവരുടെ സ്നേഹം. നാളെ കാണാമേ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.